അമ്മേ അമ്മേ ഒരു പാത്രം എടുത്തേ. എന്തിനാണ്ടി? മീനിടാൻ വേണ്ടിട്ട്. എന്ത് മീനാടി വേണേ? കൊഴുവ. നല്ല പെടക്കണ കൊഴുവയാണ്. നല്ല അയ്യോ, ഇത് എന്തിനു കൊള്ള? ഇത് ചീഞ്ഞതാണല്ലോ ഇതൊക്കെ. ചീഞ്ഞതോ? ആ അതേ കിടക്കണ നോക്കി. എത്ര എണ്ണ ചീഞ്ഞതെന്ന് നോക്കി. ഇത് എവിടുന്നാ മേടിച്ചത് നീ? സാധനം കൊണ്ടുവന്നാലും എവിടെയെങ്കിലും കൊള്ളില്ലാത്ത സാധനം കൊണ്ടുവരുള്ളൂ. നല്ല മീൻ കിട്ടില്ലേ നിങ്ങൾ പോയാല്? നന്നാക്കിക്കോ. എന്ത് സാധനം കൊണ്ടുവന്നാലും അപ്പൊ കുറ്റേ ഉള്ളൂ. ഡേമേ നല്ല അവാക്കാടോ. അയ്യോ, ഈ ചീഞ്ഞ പഴം പോലെ ഇരിക്കുന്ന സാധനം ഇതൊക്കെ എവിടുന്ന് മേടിച്ചാ? ഇത് നല്ല ഫ്രഷ് സാധനമേ. അയ്യോ, ഇത് ഒന്നും കൊള്ളൂല. എല്ലാം ചീഞ്ഞ ചക്കപ്പഴം പോലെ ഇരിക്കണേ. നിങ്ങൾക്ക് പോയാൽ ഇങ്ങനത്തെ കിട്ടുള്ളൂ. ഇന്നലെ മീൻ കൊണ്ടുവന്നു, അതും ചീഞ്ഞത്. സ്മിതേ, സാമ്പാർ വയ്ക്കാൻ തക്കാളി ഉണ്ടോ ഇവിടെ? തീർന്നു പോയില്ലേ? നീ ആ ബെന്നിച്ചേട്ടൻ്റെ കടയിൽ പോയി അരക്കിലോ തക്കാളി മേടിച്ചോളുന്നടി. വേഗം പോയിട്ട് വാ. ഞാൻ ഇപ്പൊ വാങ്ങിച്ചോണ്ട് വരാമേ. എന്നാമേ തക്കാളി. ഇത് എന്നാ തക്കാളി അടി വേണേ നീ മേടിച്ചോളുന്നേക്കണേ? ദേ ഒരു വശമൊക്കെ ചതഞ്ഞ് പഴുപ്പ് അതിയായത്. ഇതും അതെ, ഇത് ഒന്നും നല്ലതില്ല. ഇത് കൊണ്ടുപോയി മാറി മേടിച്ചോളൂ. എന്നാ കൊണ്ടോക്കോ, വെക്കം പോയി മാറി മേടിച്ചോണ്ടോ. എന്റെ അമ്മ, ഇതിന് ഒരു കുഴപ്പമില്ല. ദേ നോക്കി, എല്ലാം നല്ല തക്കാളിയാ. എന്തിനാ എനിക്ക് നാണാവൂലെ പോയി തക്കാളി മാറ്റി വെച്ച് തരാൻ പറഞ്ഞാൽ? ആ ചേട്ടൻ എന്ത് വിചാരിക്കും മാറ്റി തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ? നീ എന്ത് സാധനം കൊണ്ടുവന്നാലും നല്ലത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇതുവരെ? ആ ചീഞ്ഞ സാധനം മേടിച്ചത് അത് തിരിഞ്ഞ് മേടിക്കണ്ടായിരുന്നോ? എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള സാധനമാണോ അത്? അവർ കളയാൻ പറ്റുന്ന സാധനമായിരിക്കും നിനക്ക് പറഞ്ഞിട്ട് തന്നത്. അത് നോക്കണം, കൂട്ടിയിട്ട് നോക്കണം നല്ലതാണോ എന്ന്. എന്നിട്ട് വേണം മേടിച്ചുകൊണ്ട് വരാൻ. ഇവിടെ എന്ത് സാധനം കൊണ്ടുവന്നാലും കൊള്ളില്ലാത്ത കൊണ്ടുള്ളൂ. അത് പോയി മാറി മേടിച്ചുകൊണ്ട് വാ. ഇനി ഞാനിത് എങ്ങനെയാ മാറ്റി ആ ചേട്ടനോട് മാറ്റി തരാൻ പറയണം? ശരി, എന്നാ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാമേ. എന്ത് ഞാൻ വാങ്ങിച്ചോണ്ട് വന്നാലും കുറ്റമുള്ളൂ. ഇതൊന്ന് ശരിയാക്കി കൊടുക്കണം. എന്നും അതെ, എന്ത് വാങ്ങിച്ചാലും അതിന് കുറ്റം പറയും. ഇങ്ങനെ ഒരു തലവിധി എൻ്റെ. അങ്ങനെ പഠിച്ചാൽ കൊള്ളില്ലല്ലോ. എന്നും അതെ, എപ്പോഴും കുറ്റം പറയാൻ മാത്രമായിട്ട് വായ തുറക്കുള്ളൂ. ഞാനേ എൻ്റെ അടുത്താണോ കളി നടക്കണേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. അമ്മേ, അമ്മ കടയിൽ പോകാൻ ഇറങ്ങി വന്നതല്ലേ? എന്നിട്ട് എന്തിനാ ഇവിടെ ഇരുന്ന് പതുക്കി നിൽക്കണേ? എടാ, ഒന്ന് പതുക്കെ പറ, നിന്റെ അച്ചാമ്മ കേൾക്കും. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകട്ടെ. നീ ഇതിനിടയിൽ ഇടങ്കോലിടല്ലേ പ്ലീസ്. അമ്മേ അമ്മേ, തക്കാളി കണ്ടോ? ഇപ്പൊ നല്ല സാധനം കിട്ടിയില്ലേ പോയപ്പോ? അതാണ് കാർന്നോന്മാര് പറയണത് കേൾക്കണം എന്ന് പറഞ്ഞത്. ആദ്യം ഇത് ചെയ്തെങ്കിൽ ഇപ്പൊ രണ്ടാമത് പോകണമായിരുന്നോ? ഇപ്പൊ നല്ല സാധനം, എല്ലാം നല്ല സാധനം. അങ്ങനെ വേണം പിള്ളേരായ. ശരി അമ്മേ, ഞാൻ ഇനി ഇതുപോലെ ശ്രദ്ധിച്ചോളാം കേട്ടോ. എല്ലാം ഞാൻ നല്ലത് നോക്കി വാങ്ങിച്ചോണ്ട് വന്നാ കേട്ടോ. ശരി എന്നാ.